അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷഫീഖാണ് റിയാദിൽ നിന്ന്. എന്തൊക്കെയുണ്ട് ചങ്കാളെ വിശേഷങ്ങളൊക്കെ? സുഖല റാഹത്തല്ലേ ചങ്കാളെ? നമ്മൾ ഇന്നലെ പറഞ്ഞ ജോബ് വേക്കൻസിക്ക് ടീം മേക്കർ മദീനത്തേക്ക് ഒരു ചായ അടിക്കുന്ന ആൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1500 ഞാൻ പറഞ്ഞത് തെറ്റി പറഞ്ഞാൽ 1300 സാലറി. അപ്പോൾ അതിലേക്ക് ആളായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മെസ്സേജ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകളൊക്കെ അതിന് പ്രതികരിച്ച് സംസാരിക്കുന്നുണ്ട് ഇത് ഫേക്കാണെന്ന് പറഞ്ഞാണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ആളായിട്ടുണ്ട്. അത് ഓക്കെ ആവണമെങ്കിൽ ആളെ തന്നെ വെക്കും, ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പറയും. ഒരു 10-25ഓളം ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു 50ഓളം മെസ്സേജ് ഉണ്ട് പെൻഡിങ് കിടക്കണം. അത് നോക്കിയിട്ടില്ല. ഫേക്കൊന്നല്ല, നമ്മളെ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയലുള്ളൂ കേട്ടോ. നിങ്ങളടുത്ത് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഇൻഷാ അല്ലാഹ് നമ്മളെ ചെയ്തു തരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, ജോബ് വേക്കൻസി ഒക്കെ ഉള്ളത് പറഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിന് ചാർജും കാര്യങ്ങളും എക്സ്പെൻസും ഒന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ 2 വേക്കൻ്റ് ഉണ്ടായിരുന്നു. 3500 എന്നുള്ളത് മാറി പറഞ്ഞതാണ്. 3300 അതിന് 3500 2 വേക്കൻ്റ് അതിൽ വേറെ വന്നിട്ടുണ്ടായിരുന്നു. കേരള റെസ്റ്റോറൻറ്റിലേക്ക് കേരള ഫുഡെല്ലാം കുക്ക് ചെയ്യാൻ അറിയുന്ന ഒരു കുക്കിനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആള് ഓൾറെഡി സൗദിയിലുള്ള ആളുകൾ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നാട്ടിലെ ആളുകൾ മെസ്സേജ് അയക്കണ്ട. ഞാൻ അവരോടൊക്കെ പറയലുണ്ട്, ഇവിടെ വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ജോബിലേക്ക് തനാസിൽ വേണമെങ്കിൽ മാറിക്കോളും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വാട്സപ്പിൽ കാര്യങ്ങൾ മെസ്സേജ് അയക്കണവരോട് ഏകദേശം ആളുകളോടൊക്കെ പറയലുണ്ട്. കൈത്തൊഴിൽ അറിയുന്ന ആളുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ജോബ് നോക്കിക്കോളിയും, അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, ഒരു ചായ അടിക്കുന്ന ആളുകൾക്ക്, ചായ അടിക്കാൻ അറിയുന്ന ആളുകൾക്ക് 3300 റിയാൽ സാലറി, അഥവാ ഡെയിലി 110 റുപ്യ കൂലിയാണ്. ഡെയിലി 110 റിയാൽ കൂലിയാണ്. അപ്പോൾ അതാണ് നമ്മൾ നിങ്ങളോട് പറയൽ, ഇവിടെ വന്നിട്ട് ജോബ് അന്വേഷിക്കുക, ഇവിടെ വന്നിട്ട് ജോബ് അന്വേഷിക്കുന്നതാണ്. നാട്ടിൽ നിന്ന് നിങ്ങൾ എഗ്രിമെൻറ്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള എക്സ്പെൻസേ വരുള്ളൂ. നിങ്ങൾ സ്വന്തമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്പെൻസ് കൂടും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി മാറ്റം കാണും. ഓക്കെ, അതിൽ 2ാമത്തെ വേക്കൻസി ഉള്ള ഒരു പൊറോട്ട മേക്കർ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പൊറോട്ട പണി അറിയുന്ന ഒരാളെ. അപ്പോൾ അതിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ അവരിങ്ങളോട് ഡയറക്റ്റ് സംസാരിക്കും. സൗദിയിലുള്ള ആളുകൾ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി. അത് ഞാനിതുപോലെ തന്നെ കുക്കിൻ്റെ കൂട്ടം പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല സാലറി ഉള്ള ഒരു ജോബാണ് പൊറോട്ട മേക്കർ. 150 മുതലാണ് സ്റ്റാർട്ടിങ്. 150 റിയാലാണ് ഒരു ദിവസത്തെ കൂലി. അവിടെ നിന്ന് അങ്ങോട്ട് 200 റിയാൽ വരെ കൂലി മേടിക്കുന്ന ആളുകളെ എനിക്കറിയും. 200 റിയാൽ വരെ കൂലി മേടിക്കുന്ന ആളുകളെ എനിക്കറിയും. ഒരു ദിവസത്തെ പൊറോട്ട മേക്കർ, പൊറോട്ട പണിക്കാരൻ്റെ കൂലിയാണ്. ഈ പൊറോട്ട പണിക്കാരനെന്ന് പറയുമ്പോൾ ചില ആളുകളെ വിചാരം എന്താ വെച്ചാൽ പൊറോട്ട പണി മാത്രമാണെന്ന്. അല്ല, അതിൽ ദോശ ഉണ്ടാവും, ചപ്പാത്തി ഉണ്ടാവും, ഭൂരി ഉണ്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതും പാടെ കൂടിയിട്ടാണ് ഈ ഹോട്ടലിൽ മലയാളിമാർ പൊറോട്ട മേക്കറെ വേണമെന്ന് പറയുന്നത്. അത് ചില ബൂഫിയിൽ പൊറോട്ട മാത്രമേ കരം, ജുബൻ പൊറോട്ട, പിന്നെ ബേദ് പൊറോട്ട, മുട്ട പൊറോട്ട, ഇങ്ങനത്തെ പൊറോട്ടയും കാര്യങ്ങൾ അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ബൂഫിയിലേക്കാണെങ്കിൽ ബൂഫിയിലേക്ക്, ഇത് കേരള റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ അത്യാവശ്യം സാലറി ഉണ്ടാവും, അത്യാവശ്യം പണി ഉണ്ടാവും. താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. സംശയങ്ങൾ ചോദിച്ചാൽ അയക്കരുത്. കാരണം അതിനാണ് ഞങ്ങൾക്ക് ഇതിൽ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത്. നാട്ടിൽ നിന്ന് എഗ്രിമെൻ്റ് പേപ്പർ എടുത്ത് വന്നാൽ അതിൻ്റെ പകുതി പോലും കിട്ടൂല. ഇവിടെ വന്നിട്ട് ജോബ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാതിരി വേക്കൻറ്റുകളാണ്, അങ്ങനത്തെ വേക്കൻസികൾ വരുന്നത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ വേക്കൻറ്റുകളിലാണ് കൂടുതൽ വേക്കൻസികളല്ല സൗദിയിൽ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോട്ടലിലേക്കാണെങ്കിൽ പൊറോട്ട മേക്കർ ആണെങ്കിലും ചായ മേക്കർ ആണെങ്കിലും, ചായ മേക്കർ പിന്നെ ചുരുക്കത്തിലാണ് വരവ്, പിന്നെ കുക്കാണെങ്കിലും, പിന്നെ പിസ്സ, ഷവർമ്മ, ഇതുപോലെയുള്ള വേക്കൻസികളൊക്കെ ഒരുപാടുണ്ട്. അത്യാവശ്യം നല്ല സാലറി കിട്ടണമെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ജോബ് അന്വേഷിക്കണം. ഓക്കെ, അതുപോലെ 3ാമത്തെ വേക്കൻസി ഉള്ളത് ഖത്തറിലേക്കാണ്. ഖത്തറിലേക്ക് 1, 2, 3, 4, 5, 6ഓളം വേക്കൻസി ഖത്തറിലേക്കുണ്ട്. അതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിൽ 1ാമത്തെ വേക്കൻസി ഉള്ളത് ഒരു സാൻഡ്വിച്ച് മേക്കറെ വേണമെന്നാണ് ബൂഫിയിലേക്ക്. സാൻഡ്വിച്ചിൻ്റെ വർക്കൊക്കെ അറിയുന്ന ഒരാളായിരിക്കണം. എങ്ങനെ നാട്ടിലെ വർക്ക് അറിഞ്ഞാൽ മതി. GCC എക്സ്പീരിയൻസ് വേണമെന്നൊന്നുമില്ല. നാട്ടിലെ സാൻഡ്വിച്ച് മേക്കർ ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പറയാം, അതിന് എക്സ്പെൻസ് ഉണ്ട്. താല്പര്യമുള്ളവർ മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. കാരണം എനിക്ക് നിങ്ങളൊന്നും തരണ്ട. എനിക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ അവരെ നമ്പർ ഞാൻ തരും. പിന്നെ ഇങ്ങനെ PM വന്നിട്ട് എൻ്റെ PSNL വന്നിട്ട് ഇങ്ങനെ അതിന് എത്ര പറഞ്ഞു, ഇതിന് ഇത്ര പറഞ്ഞു, ഞാൻ എന്താ ചെയ്യണോ, ഞാൻ കൊടുക്കണോ, ആ വക കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾക്ക് ആ പണി അറിയുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിന് എക്സ്പെൻസ് ഉണ്ടോ അത് നിങ്ങളും അവരുമായിട്ട് ചെയ്യാം.
ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടു അതിന് ചെയ്തു ഇതിന് ചെയ്തു അങ്ങനെ പറഞ്ഞുകൊണ്ട് ആരും വരാൻ നിൽക്കണ്ട. ഓക്കെ. അപ്പോൾ അതിന് സാലറി പറഞ്ഞിട്ടുള്ളത് 2000 ഖത്തർ റിയാൽ സാലറി ഉണ്ട്, റൂമും ഉണ്ട്, ഫുഡും ഉണ്ട്. ഓക്കെ. നാട്ടിലത്തെ എക്സ്പീരിയൻസ് ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏജിൻ്റെ ലിമിറ്റ് 35 വയസ്സാണ്. അതിൻ്റെ മുകൾക്കുള്ള ആളുകൾ മെസ്സേജ് അയക്കണ്ട. കാരണം എനിക്ക് 36 37 എന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കണ്ട. പിന്നെ അതുപോലെ തന്നെ 5 or 10 ആൾക്ക് ഞാൻ ആ ഒരു നമ്പർ കൊടുക്കും. അതിന് ശേഷം നമ്പറിൽ ആളായി കഴിഞ്ഞാൽ ആളായി എന്ന് പറയും കേട്ടോ. അതുപോലെ തന്നെ ഖത്തറിലേക്ക് അടുത്ത വേക്കൻസി ഉള്ളത്, ഖത്തറിലേക്ക് ഹൗസ് ഡ്രൈവർ വേക്കൻസി ഉണ്ട്. ഖത്തർ റിട്ടേൺ ഡ്രൈവറാണ് ആവശ്യമുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസ് ഉണ്ട് അതിന്. ഖത്തർ റിട്ടേൺ ഡ്രൈവർ ലൈസൻസ് വാലിഡ് ഉള്ള ആളുകൾക്ക് കുറച്ച് കുറയും, എക്സ്പയർ ആയ ആളുകൾക്ക് കുറച്ച് കൂടും. ഓക്കെ. ഏജിൻ്റെ ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 45 വയസ്സാണ്. പിന്നെ ഫുഡുണ്ട്, റൂമും ഉണ്ട്, 1800 ഖത്തർ റിയാൽ സാലറി ഉണ്ട് കേട്ടോ. അതിലേക്ക് 3 ആൾക്കേറ്റ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ ഖത്തറിലേക്ക് അടുത്ത വേക്കൻസി ഉള്ളത് GCCയിലെ ലൈസൻസ് ഉള്ള ആളുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വേക്കൻസി ഉണ്ട്. ഖത്തർ അല്ലാത്ത GCCയിലെ അതിലുള്ള ലൈസൻസ് ഉള്ള ആളുകൾക്ക് 1500 ഖത്തർ റിയാലും റൂമും ഉണ്ടാവും, ഫുഡും ഉണ്ടാവും കേട്ടോ. അത് ഏജിൻ്റെ ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 45 വയസ്സാണ്. അതിന് എക്സ്പെൻസ് ഉണ്ട്. താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. എനിക്കൊരു രൂപ വേണ്ട. നിങ്ങളും അവരും തമ്മിലാണ് എൻ്റെ എത്തിപ്പാക്കും കാര്യങ്ങളും കരാറൊക്കെ. അതിന് താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഹൗസ് ഡ്രൈവറാണ്, അതിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ സൗദിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ കാര്യങ്ങൾ. ചിലപ്പോൾ എല്ലാ ജോലിയും ചെയ്യേണ്ടതിന് ചിലപ്പോൾ ഡ്രൈവിങ് മാത്രമുള്ള കാരണം ഓനക്ക് ചിലപ്പോൾ ഡ്രൈവിങ് മാത്രമേ ചിലപ്പോൾ നമുക്ക് എല്ലാ ജോലിയും ഉണ്ടാവും. അത് ഓനെ നമ്മൾ താരതമ്യം ചെയ്യാൻ നിൽക്കരുത്. അത് ഓരോരുത്തരും നസീബാണ്. അവനാണ് എങ്ങനെ കിട്ടണമെന്ന് വെച്ചാൽ അത് ഹൈറായിട്ട് കിട്ടും. ഓക്കെ. അടുത്ത വേക്കൻസി ഉള്ളത് സൗദിയിലേക്കാണ് കേട്ടോ. അതിൽ 2 വേക്കൻസിയാണ് ഉള്ളത്. 2 ഹൗസ് മെയ്ഡിന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടിലുള്ള ആളുകൾക്കില്ല, അല്ല ഓൾറെഡി സൗദിയിലുള്ള ആളുകൾ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുള്ളത് അയാളെ കെഫീലിൻ്റെ വീട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സാലറിയും കാര്യങ്ങളൊക്കെ അവരെ കോൺടാക്ട് ചെയ്യാൻ തരാം, നിങ്ങൾ സംസാരിക്കുക. വേറൊരാൾ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അത്രയും അറിയുന്ന വീടാണ്, ഒരു 5-6 വർഷമായിട്ട് അറിയുന്ന വീടാണ്, കുഴപ്പമൊന്നുമില്ല, അടിപൊളി ഫാമിലിയാണ്, 2000 രൂപ സാലറി തരുന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ റൂമും ഫുഡൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി സൗദിയിലുള്ള ആളുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വാട്സപ്പിൽ മെസ്സേജ് ആക്കി കേട്ടോ. ഇതുവരെ ഞങ്ങളോട് ജോബ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി എനിക്ക് ജോബ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാനിതിൽ ജോബ് വേണമെന്നുള്ളത് ആവശ്യപ്പെടാൻ കാരണം അവർ സ്ത്രീകളാണ്. ഓൾറെഡി ഇപ്പോൾ ജിദ്ദയിലുണ്ട് കേട്ടോ, 3 പേരുണ്ട് ജിദ്ദയിൽ. ഏജൻറ്റ് വഴി വന്ന് ജോബിന് എന്തൊക്കെ ബുദ്ധിമുട്ടായി അങ്ങനെ പറഞ്ഞ എന്തോ ബുദ്ധിമുട്ടുണ്ട്, നമ്മളത് ഫുള്ളായിട്ട് അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് കമ്പനി തെനാസിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 പേരുണ്ട്. അപ്പോൾ അത്യാവശ്യം വെച്ചൊക്കെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ ക്ലീനിങ്ങോ സൂപ്പർ മാർക്കറ്റിൽ ക്ലീനിങ്ങോ അല്ലെങ്കിൽ കോഫി ഷോപ്പോ അങ്ങനത്തെ അവർക്കൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്ന മേഖലയിൽ ഏതെങ്കിലും ജോബ് വേക്കൻറ്റുകൾ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങളൊന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കൊണ്ട്. ഓൾറെഡി ഇപ്പോൾ അവർ ജിദ്ദയിലാണ് ഉള്ളത് 3 പേര് കേട്ടോ. കമ്പനി തെനാസിലും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം ഈ വീഡിയോൻ്റെ താഴെയൊക്കെ ചില മാന്യന്മാർ ചിലപ്പോൾ വലിയ കമൻറ്റൊക്കെ ആയിട്ട് വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലേഡീസിന് ജോബ് വേണമെന്ന് പറഞ്ഞങ്ങാണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട്. അപ്പോൾ അതിനൊന്നും വരാൻ നിൽക്കണ്ട. വന്നാൽ ഞാൻ ആ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യും, നിങ്ങൾ ആ കമൻറ്റുകളൊക്കെ ഷെയർ ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ഞാനൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആണുങ്ങൾക്ക് എവിടെ ഏത് രാജ്യത്ത് പോയിട്ടും ജോബ് ചെയ്യുക, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു പെണ്ണ് ആ വീട്ടിൽ നിന്നൊരു ജോബിന് വേണ്ടി അന്യ രാജ്യത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആ വീട്ടിൽ ആണുങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ ഇല്ല ആണുങ്ങൾക്ക് അസുഖമാകൊണ്ടായിരിക്കും. അങ്ങനെ പല ബുദ്ധിമുട്ട് കാരണമാണ് നമ്മളൊക്കെ പെങ്ങന്മാർ സ്ത്രീകൾ ഇവിടെ വന്ന് ജോബ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ആളുകൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ജോബ് കണ്ടെത്തി കൊടുക്കുക. ഓക്കെ. അപ്പോൾ എൻ്റെ കോൺടാക്ട് നമ്പർ 9895 331 557 98 95 331 557. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു ജോബ് വേക്കൻസി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.